മാസ്കിലൂടെ BT Cashന്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. അതിലാദ്യം BT സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. btsmart.io എന്നാണ്. ഈ വെബ് അഡ്രസ്സ് വെച്ചിട്ടാണ് നമുക്ക് BT സ്മാർട്ടിൻ്റെ സൈറ്റിലേക്ക് BT Cashന്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക. അതിനാദ്യം ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ഒന്നെങ്കിൽ കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയിട്ട് btsmart.io എന്ന് കൊടുത്താലും മതി. ഓക്കെ, അതിനുശേഷം നേരിട്ട് മെറ്റാമാസ്കിലേക്ക് ലോഗിൻ ചെയ്യാം. ഇതാണ് മെറ്റാമാസ്കിലേക്ക് ലോഗിൻ ചെയ്യുക. മെറ്റാമാസ്ക് ഓപ്പണായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും. ഒരു 3 മുതൽ 10 സെക്കൻഡോളം സമയം വരും മെറ്റാമാസ്ക് ഓപ്പണായി വരാൻ. അതുകൊണ്ട് ക്ഷമയോട് കാത്തു നിൽക്കുക. മെറ്റാമാസ്ക് അങ്ങനെ ഓപ്പണായി വരുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മെറ്റാമാസ്കിൻ്റെ നമ്മുടെ പാസ്വേഡ് കൊടുക്കുക. ഓരോ മെറ്റാമാസ്കിനും ഓരോ പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുക്കാൻ പോവുകയാണ്. പാസ്വേഡ് കൊടുത്തതിന് ശേഷം താഴെ ഇവിടെ ഈ അൺലോക്ക് എന്ന് പറയുന്ന ഈ കഴിഞ്ഞാൽ ഇത് ഓപ്പണായി വരാനായിട്ട് വീണ്ടും അതേപോലെ ഒരു 10 സെക്കൻഡോളം സമയം പിടിച്ചേക്കാം. അതുകൊണ്ട് ലോഗൗട്ട് ചെയ്യാതെ, ബാക്ക് അടിക്കാതെ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് മെറ്റാമാസ്കിലേക്ക് ലോഗിൻ ചെയ്യുന്ന രീതി. ഇനി നമുക്ക് മെറ്റാമാസ്കിലേക്കല്ല ലോഗിൻ ചെയ്യേണ്ടത്, BT Cashന്റെ സൈറ്റിലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതിനായിട്ട് ഇടതുവശത്ത് നിന്ന് ഇവിടെ സെറ്റിങ്സിൻ്റെ ചിഹ്നത്തിനോട് ചേർന്ന് കാണുന്ന ഇവിടെ ടച്ച് ചെയ്യാം. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലരുടെ ഫോണിൽ BT Cashന്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രകടമായി കാണും. ഇനി അതല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ഈ മൂന്നാമത്തെ ഈ ഒരു സെർച്ച് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണിക്കപ്പെടുമല്ലോ, ഈ സെർച്ച് ചെയ്യുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ അവിടെ നിന്നൊരു ലിങ്ക് കോപ്പി ചെയ്ത് കൊണ്ടുവന്നില്ലേ, ആ ലിങ്ക് നേരെ ഇവിടെ കോപ്പി പേസ്റ്റ് അടിക്കുക. ഇതുണ്ടോ, btsmart.io എന്നാണ്, .io ആണ് കേട്ടോ. അപ്പോൾ ഒന്നെങ്കിലും ഇവിടെ എഴുതുകയോ അല്ലെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. ഒന്ന് താഴെ ഇങ്ങനെ ഇതിൽ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ പേജിലേക്ക് വരും. ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടച്ച് ചെയ്യുക, ഈ 3 വരയിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങളുടെ പാസ്വേഡും കൊടുക്കുക. അതിനുശേഷം ഈ ക്യാപ്ച ചെയ്ത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ ഇതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് BT Cashന്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് മെറ്റാമാസ്കിലേക്ക് ലോഗിൻ ചെയ്യുന്നത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാരുടെ സൈറ്റിലേക്ക് മെറ്റാമാസ്കിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു പേജായിരിക്കും കാണിക്കപ്പെടുക. ഇങ്ങനെ ഒരു പേജാണ് കാണിക്കപ്പെടുന്നതെങ്കിൽ പോലും ഇവിടെ കണ്ടോ, സെർച്ച് ഓർ ടൈപ്പ് URL എന്ന് കൊടുത്തുണ്ടോ, ഇവിടെ btsmart.io എന്ന് കൊടുക്കുക. നമ്മൾ ആ കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ, അതിവിടെ കോപ്പി ചെയ്തിട്ട് നേരത്തെ കാണിച്ച പോലെ സെർച്ച് ചെയ്താൽ മതി. ഇനി അതും കഴിയുന്നില്ലെങ്കിൽ ഇതാ ഇവിടെ താഴെ നിന്ന് ഈ മൂന്നാമത് ഈ കാണുന്ന സെർച്ച് ബാറിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജോ നേരത്തെ കാണിച്ചിരുന്നല്ലോ അതുപോലെ ഓപ്പണായി വരും, അവിടെ കൊടുത്താലും മതി.